ഹായ് മക്കളെ, ഒരുപാട് കുട്ടികൾ കാത്തിരുന്ന വീഡിയോ. അതായത് നമ്മളെ നീറ്റിൻ്റെയും ജെയുടെയും റിപ്പീറ്റർ ബാച്ചിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ സ്കോളർഷിപ്പ് നിങ്ങളുടെ +1 മാർക്കിന് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അനൗൺസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ +2 പരീക്ഷ കഴിഞ്ഞു, ജെയുടെ മെയിൻസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. അതിനുശേഷം ഒത്തിരി കുട്ടികൾ ഇങ്ങനെ നമ്മളോട് ചോദിക്കുന്നത്, സാറേ +2 ബേസ്ഡ് സ്കോളർഷിപ്പ് ഉണ്ടാവോ, ജെയ് പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ടുണ്ടാവോ, അതേപോലെ തന്നെ നീറ്റിൻ്റെ മാർക്ക്, കീമിൻ്റെ മാർക്കൊക്കെ ബേസ് ചെയ്തിട്ട് സ്കോളർഷിപ്പ് ഉണ്ടാവും എന്നുള്ളത്, അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളത് ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണാൻ, ഇൻ കേസ് നിങ്ങൾക്ക് ഈ നീറ്റിനും ജയിക്കൊന്നും താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ക്ലാസ് പഠിക്കുന്ന ഒത്തിരി കുട്ടികൾ ഇങ്ങനെ നോക്കുന്നുണ്ട്, എസ്പെഷ്യലി ഫിനാൻഷ്യലി കുറേ പുറകിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് നമ്മളെ സ്കോളർഷിപ്പിലേക്ക് കടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് എന്ത് ചെയ്യാം, 2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിവിടെ പറയുന്ന മുഴുവൻ സ്കോളർഷിപ്പുകളും നമ്മളുടെ ഓൺലൈനിനും അതേപോലെ തന്നെ ഓഫ്ലൈനും എന്താണ് അപ്ലിക്കബിൾ ആണ്. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ക്ലാസ്സസ് നിങ്ങൾക്കറിയാം മെയ് 15 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മെയ് 15 ബാച്ച് ഉണ്ട്, മെയ് അവസാനം ബാച്ച് ഉണ്ട്, ജൂൺ 1 ഉണ്ട്, ജൂൺ 15 നമുക്ക് ബാച്ച് ഉണ്ടാവും. അപ്പം ഇതിലുള്ള പല സ്കോളർഷിപ്പും എന്തായിരിക്കും, അല്ലെ, പല എക്സാം റിസൾട്ടുകളും ആ സമയത്തേക്ക് വരണമെന്നില്ല. അങ്ങനത്തെ കേസിലാണെങ്കിലും എന്തായിരിക്കും, നിങ്ങൾക്ക് ഇപ്പം തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അതിനുശേഷം എന്താ, ഇപ്പോൾ ഒരു ജൂൺ 15 നമ്മളെ നീറ്റിൻ്റെ എന്ത് ചെയ്യാൻ വരുന്നത്, ഫൈനൽ റാങ്ക് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മെയ് 15 ബാച്ചിലാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ 100% സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ മുഴുവൻ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്ത് തരും, റീഫണ്ട് ചെയ്ത് തരും. അപ്പോൾ എന്ത് ചെയ്യണ്ട, ഈ റിസൾട്ട് വന്നിട്ട് ജോയിൻ ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കേണ്ട. നിങ്ങൾക്ക് ഇപ്പം തന്നെ ജോയിൻ ചെയ്യാം. സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് നമ്മൾ റീഫണ്ട് ചെയ്ത് തരും. എത്രയാണോ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നത് ആ എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. റെഡിയാണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ഫസ്റ്റ് നീറ്റിൻ്റെ സ്കോളർഷിപ്പുകളെ കുറിച്ച് നോക്കാം. നീറ്റിൻ്റെ ആദ്യമേ നമ്മൾ അനൗൺസ് ചെയ്ത സ്കോളർഷിപ്പ് ഇതായിരുന്നു. നമ്മുടെ +1 മാർക്ക് ബേസ് ചെയ്തിട്ട് +1 ഫിസിക്സും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും 240 നിങ്ങൾക്ക് എത്രയാണെന്നുള്ള രീതിയിലുള്ള സ്കോളർഷിപ്പാണിത്. ഇവിടെ ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഏതാണോ അപ്ലിക്കബിൾ നിങ്ങൾക്ക് പോസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഫുൾ മാർക്കാണെങ്കിൽ 100% കോഴ്സ് ഫീയും അതേപോലെ തന്നെ മെറ്റീരിയലിൻ്റെ ഫീയും നിങ്ങൾക്ക് എന്താണ് 100% ഫ്രീ ആണല്ലേ, സ്കോളർഷിപ്പാണ്. ബാക്കി ഓരോ മാർക്കിനുള്ള സ്കോളർഷിപ്പ് എമൗണ്ട് നമ്മളിവിടെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണ്, നിങ്ങളുടെ +1 +2 റിസൾട്ട് മെയ് 9 വരാൻ പോവാണ്. അപ്പം നിങ്ങളുടെ PCBയിലെ +1 +2 കമ്പൈൻഡ് ആയിട്ട് 600 നിങ്ങൾക്ക് ഈ ഒരു മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ സ്കോളർഷിപ്പ് ഉണ്ടാവുക. പോസ് ചെയ്യുക, ആലോചിച്ച് നോക്കാം. ഓക്കെ, ആലോചിച്ച് നോക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക, ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി വരുമ്പോൾ CBSE കുട്ടികൾക്കും അതേപോലെ തന്നെ ICSE കുട്ടികൾക്കും ഒരുപാട് ആൾക്കാർ നമുക്ക് എൻക്വയറി ഉണ്ട്. സാറേ പിന്നെ സ്കോളർഷിപ്പൊക്കെ പ്ലസ് സ്റ്റേറ്റ് സിലബസ് അല്ലേ, CBSEയുടെ എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് CBSEയുടെ സ്കോളർഷിപ്പ് വരുന്നത്. നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ 300, നിങ്ങൾക്ക് +2 മാത്രമേ പരീക്ഷ ഉള്ളതെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ സ്കോളർഷിപ്പ് വരാൻ പോകും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ നീറ്റ് 2024 സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന സ്കോറിനനുസരിച്ച്, അതായത് പരീക്ഷ നിങ്ങൾക്കറിയാം പലപ്പോഴും അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. അപ്പം ആ ഒരു പരീക്ഷ കഴിഞ്ഞ ഉടനെ 5-ാം തീയതി നിങ്ങളുടെ പരീക്ഷ കഴിയും. 6-ാം തീയതിയോ 7-ാം തീയതിയോ എന്ത് ചെയ്യും, നമ്മളെ സ്കോർ ബേസ് ചെയ്തിട്ടുള്ള സ്കോളർഷിപ്പ് നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. ഭയങ്കര ടഫാണെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും ഈ സ്കോളർഷിപ്പുകളൊക്കെ കുറച്ചും കൂടെ താഴോട്ട് പോകാനുള്ള സാധ്യത. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ അനൗൺസ് ചെയ്യാത്തത്. പക്ഷേ ഉറപ്പായിട്ടും എന്താണ്, നീറ്റിൻ്റെ നിങ്ങളുടെ സ്കോർ, അതായത് 350 മാർക്ക് എങ്കിലും കിട്ടുകയാണെങ്കിൽ അടക്കം എന്ത് ചെയ്യും, നിങ്ങൾക്ക് സ്കോളർഷിപ്പിന് നിങ്ങൾ എലിജിബിൾ ആണ്. സോ എന്ത് ചെയ്യുക, നന്നായിട്ട് തകർത്ത് തന്നെ എന്ത് ചെയ്യുക, നീറ്റ് നിങ്ങൾ എഴുതുക. ഫൈനൽ സ്കോളർഷിപ്പ് നീറ്റ് എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇനി ജെയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ജെയ് സ്കോളർഷിപ്പ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ +1 മാർക്കിനനുസരിച്ചായിരുന്നു. നമ്മളിത് ഓൾറെഡി അനൗൺസ് ചെയ്തതാണ്. ഒരുപാട് കുട്ടികൾ ഇതിൽ തന്നെ നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും മാത്സിലെയും 240 നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടെന്നനുസരിച്ച് ഇതായിരിക്കും നിങ്ങളുടെ സ്കോളർഷിപ്പ് വരാൻ പോകുന്നത്. ആൻഡ് +1 +2 കമ്പൈൻഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് വരുന്നത് ആണിത്. ജെയ് മെയിൻസിൻ്റെയും അതേപോലെ തന്നെ അഡ്വാൻസ് ബാച്ച് നിങ്ങൾ ഏതാണെങ്കിലും സ്കോളർഷിപ്പ് ഇത് സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി CBSE കുട്ടികൾ, ഇത് ഓൾമോസ്റ്റ് നീറ്റിൻ്റെയും ജെയുടെയും ഓൾമോസ്റ്റ് എന്താണ് സെയിം ആണ്. +1 +2 മാർക്കിൻ്റെ ബേസിൽ ജെയ്ക്ക് പിന്നെയും 2 സ്കോളർഷിപ്പും കൂടെ ഉണ്ട്. ഒന്ന് ജെയ് 2024, ഇപ്പം കഴിഞ്ഞ നമ്മളെ ജെയുടെ നിങ്ങളുടെ ഫൈനൽ പെർസെൻറ്റേജിൽ നോക്കിയിട്ട് ഈ ഒരു സ്കോളർഷിപ്പ് നമുക്ക് തരാം. പ്രത്യേകം ശ്രദ്ധിക്കുക, 95% മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്
ഒരു പൈസ പോലും തരാതെ, അതായത് ഹോസ്റ്റൽ ഫീ പോലും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതായത് 0 കോസ്റ്റ് ആണ്, വേറെ ഒന്നുമില്ല, 0 കോസ്റ്റ് ആണ് 95% മുകളിൽ. അതേപോലെ തന്നെ ബാക്കി ഓരോ പെർസെൻറ്റേജിനനുസരിച്ച് നിങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് എമൗണ്ട് ഇതാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കീമിനും കൂടെ എന്തുണ്ടാവും, കീമിയുടെ റിസൾട്ടിനനുസരിച്ചും നിങ്ങൾക്ക് എന്തുണ്ടാവും, നിങ്ങളുടെ ജനറൽ റാങ്ക് കേട്ടോ, കീം ജനറൽ റാങ്കിനനുസരിച്ചും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടാവുന്നതായിരിക്കും. ഇത് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തപ്പോൾ കുറേ സാധനങ്ങൾ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ജെയുടെ സ്കോളർഷിപ്പ്, അതായത് കീമിലുള്ള നിങ്ങളുടെ ജനറൽ കാറ്റഗറി റാങ്കിനനുസരിച്ചും നമ്മൾ സ്കോളർഷിപ്പ് ഉണ്ടാകും. അതും എന്താണ്, കീമിൻ്റെ ആദ്യമായിട്ടാണ് കീം CBT ബേസ്ഡ് എക്സാം നടത്തുന്നത്. അപ്പോൾ ആ എക്സാമിന് എന്താണ് ഒരുപാട് പാറ്റേൺ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കീം എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതും കൂടെ നിങ്ങൾക്ക് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പം മനസ്സിലാക്കേണ്ടത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ബാച്ചിലേക്ക് കോഴ്സസ് എന്താ പറയുക, നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്, സീറ്റ്സൊക്കെ വളരെ ക്വിക്കായിട്ട് ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള സ്കോളർഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ഫീസ് അടക്കാം. ഇനി എന്താണ്, നിങ്ങൾക്ക് 100%, 50%, 90% സ്കോളർഷിപ്പാണ്. നിങ്ങൾ അടച്ച ഫീസ് അതിനേക്കാൾ മുകളിലാണെങ്കിൽ ഉറപ്പായിട്ട് എന്തെങ്കിലും ബാക്കി എമൗണ്ട് നമ്മൾ റീഫണ്ട് ചെയ്ത് തരും. സോ ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാം, 9207998855, 9207998855. ഓക്കെ, സോ മക്കളെ എന്താണ്, നിങ്ങൾ എപ്പോഴെങ്കിലും MBBS അല്ലെ NIT IIT സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ആ ഒരു ഡിസിഷൻ എടുക്കുക. അടുത്ത ഒരു വർഷം ഞങ്ങൾ പറയുന്ന പോലെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് എന്തുണ്ടാവും, 2025 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ടോപ്പ് മെഡിക്കൽ കോളേജിലോ NITകളിലോ IITകളിലോ എത്തും. സോ പഠിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് കോൾ ചെയ്യുക. സ്കോളർഷിപ്പിനെ കുറിച്ച് വേറെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ്. ശരി.